വാല്യൂ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് കുറച്ചു പേർ മാത്രമേ ചിന്തിക്കാറുള്ളൂ. നാം കൂടുതൽ ആഴത്തിൽ പോകുന്നതിനു മുമ്പ് ഒരു അടിസ്ഥാന ചോദ്യത്തോടെ ഞാൻ തുടങ്ങട്ടെ. ഒരു സ്റ്റോക്ക് കാണുമ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? നിങ്ങൾ വാല്യൂ എങ്ങനെ നിർവചിക്കുന്നു? ചോദ്യത്തിന് നന്ദി സോണൽ നന്ദി വെട്ടി. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. വാല്യൂ മനസ്സിലാക്കാൻ ഒരു ഫണ്ടിനെ വാല്യൂ ഫണ്ടായി വർഗീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 7-8 വർഷങ്ങളിൽ അത് തുടർച്ചയായി വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായി അതേ സമീപനം പാലിച്ചിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. യഥാർത്ഥ മൂല്യത്തേക്കാൾ കുറവ് വിലയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ബിസിനസ്സുകളിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വാങ്ങാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ കണക്കുകൾ പ്രകാരം വില കുറഞ്ഞതായി തോന്നുന്ന സ്റ്റോക്കുകളെ മാത്രം ആശ്രയിക്കുന്നില്ല. യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറവിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വാങ്ങാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നു. ആരംഭകാലത്ത് അധിക പ്രതീക്ഷകൾ കാണിക്കാത്ത സ്റ്റോക്കുകളെയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ വെറും വാല്യൂ മാത്രമല്ല നോക്കുന്നത്, ക്വാളിറ്റിയുടെ വിവിധ വശങ്ങളും ഞങ്ങൾ വിലയിരുത്തുന്നു. ക്വാളിറ്റിയിലും മാനേജ്മെന്റ് നടത്തുന്ന ക്യാപിറ്റൽ അലോക്കേഷനിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതോടൊപ്പം ടെക്നോളജിയിലോ കാലാവസ്ഥയിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ടെർമിനൽ വാല്യൂ റിസ്ക് ഉണ്ടാകുന്നുണ്ടോ, അത് വാല്യൂ ട്രാപ്പുകളിലേക്ക് നയിക്കുമോ എന്നതും പരിശോധിക്കുന്നു. അക്കൗണ്ടിംഗ് ലാഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നാം ക്യാഷ് ഫ്ലോയിലാണ് ശ്രദ്ധ നൽകുന്നത്. കമ്പനി തന്റെ എബിറ്റയുടെ മതിയായ ശതമാനം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയാക്കി മാറ്റുന്നുണ്ടോ, കൂടാതെ കമ്പനിയുടെ ക്യാപെക്സ് കമ്മിറ്റ്മെന്റുകൾ അതിന്റെ ക്യാഷ് ഫ്ലോ ജനറേഷനോട് ഒത്തുപോകുന്നുണ്ടോ എന്നും ഞങ്ങൾ വിലയിരുത്തുന്നു. സൈക്ലിക് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സെക്ടറുകളോ കമ്പനികളോ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെയും പ്രോഫിറ്റ് സൈക്കിളിന്റെയും ഏത് ഘട്ടത്തിലാണ് ഉള്ളത് എന്ന് നോക്കുന്നു. ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് നോക്കുന്നു. ചില സ്റ്റോക്കുകൾ വാർത്തകളിൽ വില കുറഞ്ഞതായി തോന്നും, പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം കമ്പനി ഗവർണൻസിലെ പ്രശ്നങ്ങളാണ്. അതിനാൽ കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡുകൾ വളരെ ഉയർന്നതാണ്. ഒരു സെക്ടർ ഇക്കണോമിക് സൈക്കിളിന്റെ ഏത് ഘട്ടത്തിലാണെന്ന് നിശ്ചയിക്കാൻ ഞങ്ങൾ അതിന്റെ പഴയ വാല്യുവേഷനുകൾ മാത്രമല്ല നോക്കുന്നത്. കാലാകാലങ്ങളിൽ ആ സെക്ടറുകളുടെയോ കമ്പനികളുടെയോ അടിസ്ഥാന ബിസിനസ് രീതികളിലെ മാറ്റങ്ങൾ കൂടി പരിശോധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഴയ ഡാറ്റയിൽ മാത്രം ആശ്രയിക്കുന്നില്ല. സമീപകാലത്ത് ഡിജിറ്റൽ ഇക്കണോമിയാൽ പ്രേരിതമായ നിരവധി പുതിയ സെക്ടറുകളിലെ കമ്പനികളും ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. വാല്യൂ ഫണ്ടിന്റെ കാഴ്ചപ്പാടിൽ പഴയ പരമ്പരാഗത വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതികൾ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള കമ്പനികൾ സാധാരണയായി വലിയ തോതിൽ ക്യാഷ് ഫ്ലോ സൃഷ്ടിക്കാറില്ല. അതിനാൽ ഇത്തരം ബിസിനസ്സുകളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ യൂണിറ്റ് ഇക്കണോമിക്സ് പരിശോധിക്കുന്നു. കൂടാതെ ഇവയുടെ വാല്യുവേഷൻ കൂടുതലായതിനാൽ ഇത്തരം സെക്ടറുകളിലേക്കുള്ള ഞങ്ങളുടെ നിക്ഷേപം വളരെ പരിമിതമായിരിക്കും. യഥാർത്ഥ മൂല്യത്തിന്റെ കാഴ്ചപ്പാടിൽ വാല്യൂ വിലയിരുത്തുന്ന ഞങ്ങളുടെ ഫിലോസഫി മാർക്കറ്റ് ഇതുവരെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വ്യത്യസ്ത സാധ്യതകളുള്ള കമ്പനികളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമായ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. ഇത് ഇൻവെസ്റ്റ്മെന്റിന് യോഗ്യമായ സ്റ്റോക്കുകളുടെ പരിധി വ്യാപിപ്പിക്കുന്നു. നിങ്ങൾ വെറും വാല്യുവേഷൻ മൾട്ടിപ്പിളുകളിലേക്ക് മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ പോർട്ട്ഫോളിയോയിലെ അസ്ഥിരത കുറയുന്നു, അതോടെ ബെഞ്ച്മാർക്കിനെ അപേക്ഷിച്ച് റിട്ടേണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസവും കുറയുന്നു. പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുമ്പോൾ പിന്തുടരാൻ ഞങ്ങൾക്ക് ചില നിശ്ചിത നിയമങ്ങളും പരിധികളും ഉണ്ട്. മുഴുവൻ പോർട്ട്ഫോളിയോയുടെയും വാല്യുവേഷൻ പ്രൈസ് ടു ബുക്ക് അനുപാതത്തിൽ ബെഞ്ച്മാർക്കിനേക്കാൾ കുറവായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാന നിയമം. UTI വാല്യൂ ഫണ്ടിൽ വാല്യൂ എന്ന ആശയത്തെ ഞാൻ ഇതുപോലെയാണ് നോക്കിക്കാണുന്നത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.